നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസം 8 മുതൽക്ക് 14 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മേഷാദി രാശികളുടെ 12 രാശികളുടെയും പൊതുവായ ഫലം പറയാൻ ശ്രമിക്കുകയാണ്. മേഷാദിയാണ്, അതായത് മേടം മുതൽക്കാണ് 12 രാശി. അതിലെ ആദ്യത്തെ രാശി മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം, ഈ 3 നക്ഷത്ര സമൂഹങ്ങൾ ചേർന്നതാണ് മേടം രാശി. ഈ മേടം രാശിക്കാരുടെ ഒരു സാമാന്യ ഫല നിരൂപണം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തി അഥവാ ജോലി ഇത് സംബന്ധിച്ച് പറഞ്ഞാൽ കുംഭത്തിൽ ത്രിഗ്രഹ യോഗമാണ്. ബുധനും ശുക്രനും രാഹുവും ഉണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ഇവർക്ക് സ്വന്തം നിലയ്ക്ക് ഒരു ജോലി ചെയ്ത് കിട്ടുന്ന ഫലത്തേക്കാൾ ഉപരിയായിട്ട് ഒരു ടീം വർക്കായിട്ട് ചെയ്യുന്ന ജോലികൾക്കും ഒക്കെ പ്രാധാന്യം കൊടുത്താൽ അത് വിജയിക്കും. അതുപോലെ തന്നെ ഈ നെറ്റ്വർക്ക് ബിസിനസ്സും അഥവാ നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന അത് കമ്പ്യൂട്ടറിൽ മാത്രമല്ല, മറ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നവർക്ക് വിജയം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ കോൺട്രാക്റ്റുകൾ കിട്ടുക, ഓൺലൈൻ വഴിയുള്ള ബന്ധങ്ങൾ, അതുകൊണ്ടുള്ള ബിസിനസ്സുകളും ഒക്കെ അവർക്കൊക്കെയും നല്ല അവസരം തന്നെയാണ്. പഴയ മുൻപുണ്ടായിരുന്ന ചില സുഹൃത്ത് ബന്ധങ്ങൾ വഴി വരുന്ന ബിസിനസ്സും പ്രവൃത്തി ഒക്കെ ആ പ്രവർത്തന മേഖലയിലൊക്കെ അവർക്ക് ശോഭിക്കാൻ പറ്റും. മകരത്തിലെ ആണ് സൂര്യനും ചൊവ്വയും. അത് ഫെബ്രുവരി മാസം 10-12 തീയതികളിലൊക്കെ കുറച്ച് കൂടുതൽ സമ്മർദ്ദം ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് വരുമാനം വർദ്ധിക്കുന്നതായിട്ട് കാണാം. അതും വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ജോലിയേക്കാൾ ഉപരിയായിട്ട് സുഹൃത്തുക്കൾ വഴി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വഴി വരുന്ന ജോലികൾ കൂടെ കിട്ടുന്നതായിട്ടുള്ള വരുമാനത്തിനായിരിക്കും പ്രാധാന്യം. സ്വന്തം നിലയ്ക്ക് ഉള്ള വരുമാനം ഉണ്ടാകുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണം പറഞ്ഞാൽ, ലോട്ടറി എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചില നിക്ഷേപങ്ങൾ നടത്തുക വ്യക്തിപരമായിട്ട്, ഇതൊന്നും ഒരു നേട്ടം ഉണ്ടാകാനില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ നഷ്ടത്തിലും വരാവുന്നതാണ്. ആരോഗ്യം വളരെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാകുന്നുണ്ട്. ഉറക്കം ഒക്കെ നന്നായിട്ട് പോകുന്നു. അത് ആരോഗ്യപരമായിട്ട് അവർക്ക് യാതൊരു ദോഷവും ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരാഴ്ചക്കാലത്ത് വരാവുന്നതായിട്ട് കാണുന്നില്ല. കുടുംബപരമായിട്ട് സുഹൃത്തുക്കളുമായിട്ടുള്ള കൂടിച്ചേരലുകളും സമയം പങ്കിടലൊക്കെ ഉണ്ടാകും. പക്ഷേ അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് അതിൻ്റെ പേരിൽ ചില പരാതികളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും കൂടെ കണക്കിലെടുക്കേണ്ടതാണ്. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഈ ആഴ്ച സൂര്യക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അഥവാ സൂര്യനുമായി ബന്ധപ്പെട്ട സൂര്യ നമസ്കാരാദി കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ വാക്കുകളിൽ കുറച്ച് സൂക്ഷ്മത വരുത്തേണ്ടതുണ്ട്. കുറച്ച് വിനയത്തോടു കൂടി സംസാരിക്കുകയും ഹാർഷായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തികയുടെ അവസാനത്തെ 3 പാദം, രോഹിണി, മകയിരം 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. കുംഭത്തിൽ ബുധനും ശുക്രനും രാഹുവും, ഇത് 10ാം ഭാവത്തിലാണ്, കർമ്മഭാവത്തിലാണ്. നിങ്ങൾ കാണാതെ നിങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കുന്നില്ലായിരിക്കും, പക്ഷേ നിങ്ങളെ ശ്രദ്ധിക്കുന്ന കുറേ ആൾക്കാർ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോലി ചെയ്യേണ്ട ഒരു കാലമാണ്. ഫെബ്രുവരിയുടെ 9, 11, 9, 10, 11 ഈ 3 ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മേലധികാരികളുമായിട്ടോ സബോർഡിനേറ്റ്സും ഒക്കെ ആയിട്ട് ചില നിർണായകമായിട്ടുള്ള മീറ്റിങ്ങുകളോ സംഭാഷണങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ദീർഘകാലത്തേക്ക് ഉണ്ടാകുന്ന വേണ്ടതായ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കും. ഇതൊക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാലമാണ്. ധനപരമായിട്ട് അവർക്ക് മെച്ചം തന്നെയാണ്. സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാകും. അതുപോലെ തന്നെ ഭാവിയുടെ ഒരു സുരക്ഷയ്ക്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ചെയ്യും. വീട് പുതുക്കുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കുന്നതിനെ പറ്റിയും ഒക്കെ ആലോചനയുണ്ടാവും. സ്വർണത്തിൽ നിക്ഷേപിക്കാനും ആലോചനയുണ്ടാവും. അത് വരുമാനം കൂട്ടുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഇവർക്ക് കഴുത്ത് സംബന്ധിച്ച് അഥവാ തൊണ്ട സംബന്ധിച്ച് ശബ്ദം
സംബന്ധിച്ചും ഒക്കെയുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ചെറിയ രീതി മുതൽക്ക് സാധാരണ തൊണ്ടവേദന മുതൽക്ക് അതിലും കൂടിയ ചില രോഗങ്ങളൊക്കെ അതുള്ളവർക്ക് അത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് സന്തോഷമായിട്ടുള്ള ഒരു കുടുംബജീവിതം ആണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. എല്ലാവരും ഒത്തൊരുമിച്ച് കുട്ടികളും ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ എല്ലാവരും ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുമാത്രമല്ല, കുടുംബത്തിലേക്ക് ഒരു സന്തോഷം വരുന്ന അഥവാ അഭിമാനം തോന്നിക്കാവുന്നതായിട്ടുള്ള ചില വാർത്തകൾ വരാനും സാധ്യതയുണ്ട്. ഇവർക്ക് ഒരു പരിഹാരം ആയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ കദളിക്കുല സമർപ്പിക്കുന്നത് നന്നായിരിക്കും. മാല സമർപ്പിക്കുന്നത് നല്ലതാണ്. വ്യാഴത്തിൻ്റെ മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ ഗുരവേ നമഃ എന്നുള്ള മന്ത്രം, ഇങ്ങനെയുള്ളതൊക്കെ ജപിക്കുന്നതും ഒക്കെ നല്ലതാണ്. വാക്കുകളിലും കുറച്ച് മിതത്വം പാലിക്കേണ്ടതുണ്ട്. വാക്കുകൊണ്ട് ചില അബദ്ധങ്ങൾ വന്നേക്കാം, ചില ശത്രുതകൾ വന്നേക്കാം, അതും സൂക്ഷിക്കേണ്ടതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദത്തിൽ 3/4, 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. അവരുടെ ജോലി അല്ലെങ്കിൽ കർമ്മഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ബുധ-ശുക്ര യോഗമുണ്ട്. ലഗ്നത്തിൽ ഗുരുവാണ്. ഇവർക്ക് ഒരു നല്ല സമയം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തൊക്കെയാണോ ശ്രമിക്കുന്നത് അതിലൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള ഫലം കാണാൻ സാധ്യതയുണ്ട്. വിദേശ ബന്ധങ്ങൾ, വിദേശത്ത് ജോലി ചെയ്യുക അല്ലെങ്കിൽ വിദേശവുമായിട്ട് കച്ചവടം അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക്, അതുപോലെ ഓൺലൈൻ വ്യാപാരങ്ങളോ ഓൺലൈൻ പഠനങ്ങളോ ഒക്കെ നടത്തുന്നവർക്ക്, നിയമ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ ട്രെയിനിങ് മുതലായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ഒക്കെ ഉന്നതമായിട്ടുള്ള വിജയം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. ധനപരമായിട്ട് യാത്രകൾ കൊണ്ട്, അതുപോലെ പുതിയ പഠനങ്ങളെ കൊണ്ടുള്ള ധനാഗമ മാർഗം, അതുമൂലമുണ്ടാകുന്ന ധനാഗമ മാർഗം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഇവർക്ക് കുറച്ച് പാഴ്ചെലവുകളും ഈ ആഴ്ച ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായിട്ട് മറ്റു രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലമായിരിക്കും. വളരെ ഉത്സാഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സാധിക്കും. കുടുംബത്തിൽ ഒരു സമാധാനം, സന്തോഷം ഒക്കെ ഉണ്ടാകും. എന്നാൽ തന്നിൽ മൂത്ത ആൾക്കാരുടെ, അച്ഛനമ്മമാരോ അല്ലെങ്കിൽ കാരണവന്മാരായിട്ടുള്ള ആൾക്കാരുടെ ചില വിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ ഉപദേശം തേടേണ്ടതാണ്. മറ്റുള്ള കുടുംബാംഗങ്ങളുടെ വിരോധം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരം എന്നുള്ള നിലയ്ക്ക് തുളസി പരിപാലനം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നരസിംഹ ക്ഷേത്രത്തിൽ പാനകം മുതലായിട്ടുള്ള വഴിപാട് കഴിക്കുന്നതും വളരെ നല്ലതാണ്. രാവിലെ സമയത്ത് ചെയ്യാൻ പ്രത്യേകിച്ച് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളൊക്കെ രാവിലെ സമയത്ത് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർത്തത്തിൻ്റെ അവസാനത്തെ 1 പാദം, പൂയം, ആയില്യം, ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ഇവരുടെ അഷ്ടമത്തിൽ 8ാം ഭാവമാണ് കുംഭം ആയിട്ട് വരുന്നത്. ഇവിടെ ബുധശുക്ര യോഗമുണ്ട്, രാഹുവും ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് വളരെ ശാന്തമായിട്ടൊക്കെ ആണ് എങ്കിലും ഉള്ളാലെ വളരെ സംഘർഷങ്ങൾ അനുഭവിക്കേണ്ട ഒരു കാലമാണ്. ഇവരെ കഴിയുന്നതും ഓഫീസ് രാഷ്ട്രീയം, ഓഫീസിലോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മേഖലയിലോ ഒക്കെയുള്ള ഫാക്ഷൻസിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക, അങ്ങനെയുള്ള തർക്കങ്ങളിൽ നിന്നും ഒക്കെ അകലം പാലിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന പരാജയങ്ങൾ ഇവർക്ക് ജോലിയിലും അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സിലും ഒക്കെ ഉണ്ടാകുന്നതാണ്. റിസർച്ച് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്, അതുപോലെ ഇൻഷുറൻസ് മേഖലയിൽ, ടാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ജോലി ചെയ്യുകയോ ബിസിനസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. ധനപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകൾ ഉണ്ടാകേണ്ട കാലമാണ്. അതുപോലെ തന്നെ ഇവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ആഴ്ച കടമെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നഷ്ടസാധ്യത വളരെ കൂടുതലാണ്. ഏതെങ്കിലും തരത്തിൽ പണം കയ്യിൽ വന്നു ചേർന്നാൽ അത് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. ആയതുകൊണ്ട് പ്രത്യേകിച്ച് പുതിയ ലോൺ എടുക്കുകയോ കടം വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ഇവർ കുറച്ച് ദഹന വ്യവസ്ഥയിൽ ഇൻഡസ്റ്റൈൻ സംബന്ധിച്ചുള്ള രോഗമുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ചില ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വരാനും സാധ്യതയുണ്ട്.
ഉറക്കം കുറവ് ഉണ്ടാവും. ഉറക്കം വേണ്ട രീതിയിൽ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൂടുതലാകാൻ, ഇങ്ങനെയുള്ള ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്ക്, അത് ഇല്ലാത്തവർക്കാണെങ്കിലും അത് വരാവുന്നൊരു കാലമാണ്. അതുപോലെ തന്നെ ദഹന പ്രക്രിയ മന്ദീഭവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. അതുകൊണ്ട് ഉറക്കത്തിലും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉറക്കക്കുറവും ഉണ്ടാകുന്നതായിട്ട് കാണാവുന്നതാണ്. കുടുംബപരമായിട്ട് കുറച്ച് ക്ഷോഭം ഒക്കെ കാണിച്ചേക്കാവുന്ന, കുടുംബ ബന്ധങ്ങളിലും മറ്റുമൊക്കെ കുറച്ച് ക്ഷോഭമുണ്ടാവുകയും അത് കാണിക്കുകയും വാക്കുകളിൽ കൂടെയൊക്കെ അത് കാണിക്കേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നതാണ്. അതൊക്കെ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശിവക്ഷേത്ര ദർശനം, ശിവന് അഷ്ടാഭിഷേകം അല്ലെങ്കിൽ ശംഖജലം കൊണ്ടുള്ള അഭിഷേകം മുതലായിട്ടുള്ള ഇത് ചെയ്യുന്നത് ഉത്തമമാണ്. അതുപോലെ തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുക. ജലം സംബന്ധിച്ചുള്ള ക്രിയകൾ, അഭിഷേകമാണ്, ജലം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതായിട്ടുള്ള കാര്യം അഭിഷേകമാണ്. സ്വയമായിട്ട് ചെയ്യുന്നവർക്കത് ചെയ്യാം. അതല്ലെങ്കിൽ ക്ഷേത്രത്തിൽ അത് ഈ ജലധാര മുതലായിട്ടുള്ള നടത്തുന്നത് നല്ലതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം, ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ് എന്ന് പറയുന്നത്. ചിങ്ങക്കൂറുകാർക്ക് 7ാം ഭാവത്തിൽ ബുധ, ശുക്ര, രാഹു യോഗം ഉണ്ട്. ഏതാണ് ശരി? നമ്മളിന്ന് നടന്നു പോകുന്ന പാർട്ട്ണർഷിപ്പാണോ, അഥവാ ഇന്ന് നമ്മൾ യോജിച്ചു നിൽക്കുന്നവരുമായിട്ട് വീണ്ടും ഒത്തുപോകാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കേണ്ടി വരുന്ന ഒരു ആഴ്ചക്കാലമാണിത്. ശരിയായിട്ടുള്ള കരാറുകളോട് കൂടി മാത്രമേ പാർട്ട്ണർഷിപ്പുകൾ പുതുതായിട്ട് ഉണ്ടാക്കുന്നവർ പ്രത്യേകിച്ച് വളരെ അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണെന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില സംഘർഷങ്ങളൊക്കെ വരാനും ചില ഫ്രിക്ഷൻസ് ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ട് നിങ്ങൾക്ക് ധനവരുമാനം ഒക്കെ സാധാരണ പോലെ ഉണ്ടാകുന്നതായിരിക്കും. എന്നാൽ പങ്കാളിയുടെ അഥവാ പങ്കാളി എന്ന് പറയുമ്പോൾ അത് ഭാര്യയാകാം, പാർട്ട്നേഴ്സാകാം, അല്ലെങ്കിൽ ഒന്നിച്ച് ജോയിൻറ്റ് ബിസിനസ് ചെയ്യുന്നവരാകാം, കൂടെ ജോലി ചെയ്യുന്നവരാകാം. ഇങ്ങനെയുള്ളവരുടെ വരുമാനത്തിലുള്ള കുറവുകളെ കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടി വരുന്നത് കൊണ്ടോ ഒക്കെ നിങ്ങളുടെ വരുമാനത്തെയും ബാധിക്കാം. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ധനാഗമ മാർഗങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായിട്ട് രക്തസമ്മർദ്ദം കൂടാനുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കുടുംബപരമായിട്ടും ദാമ്പത്യ ബന്ധത്തിൽ പ്രത്യേകിച്ച് അതിൽ കുറച്ച് തുറന്ന സംഭാഷണം ഒക്കെ വേണ്ടതാണ്. ചില തെറ്റിദ്ധാരണകളുണ്ടാകാം. അതിൻ്റെ പേരിൽ അത്ര സുഖകരമല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തുറന്ന സമീപനവും സംഭാഷണവും ഒക്കെ വളരെ ആവശ്യമാണ്. പരിഹാരമായിട്ട് ഗണപതി ഹോമം നടത്തുക, ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, നിത്യേനയുള്ള പ്രാർത്ഥനകളും ഒക്കെ നടത്തി വരിക. അതുപോലെ കർക്കശമായിട്ടുള്ള സ്വഭാവം അത് കുറച്ചൊന്ന് നിയന്ത്രിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം അത്തം, ചിത്തിര, അര, ഈ നക്ഷത്രക്കാരാണ് കന്നിക്കൂറിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം 6ാം ഭാവത്തിൽ ബുധ, ശുക്ര, സർപ്പി, രാഹു എന്നീ ഗ്രഹങ്ങൾ വരുന്ന കാലമാണ്. നിങ്ങൾക്ക് ശത്രുക്കളുടെ മേൽ വിജയം സംഭവിക്കേണ്ട ഒരാഴ്ചയാണ്. എന്ത് കാര്യത്തിലും അഥവാ സംഘർഷങ്ങളോ മത്സരങ്ങളോ ഉണ്ടായിരുന്ന പരീക്ഷകൾ, അതുപോലെ തന്നെ ചില കേസുകൾ, ഇങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെയും വിജയിക്കേണ്ടതായിട്ടുള്ള അഥവാ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി കിട്ടേണ്ട കാലമാണ്. ധനപരമായിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന കടം തീർക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് ചോദിച്ചാൽ ചില ഡിസ്കൗണ്ടുകളും മറ്റുമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു അമിക്കബിൾ ആയിട്ടുള്ളൊരു സെറ്റിൽമെൻറ്റ് ഒക്കെ കിട്ടാൻ ഉള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, നാഡികൾക്ക് സമ്മർദ്ദം കൂടുതലുണ്ടാവുക, അമിതമായിട്ടുള്ള ചിന്തയുണ്ടാവുക, അതുപോലെ തന്നെ ഉറക്കക്കുറവ്, സ്ട്രെസ്സ് മുതലായിട്ടുള്ളവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളോ കുട്ടികൾ, ഭാര്യ, അച്ഛനമ്മ മുതലായിട്ടുള്ളവരെ ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരും എന്നുള്ളതുണ്ട്. ജോലി തിരക്ക് കൊണ്ട് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അവിടെയും ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാം, അസ്വാസ്ഥ്യങ്ങൾ നമുക്ക് ഉണ്ടാകാവുന്നതാണ്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദുർഗാ സ്തോത്രങ്ങൾ ജപിക്കുക, ദുർഗാദേവിയെ ഭജിക്കുക, ദുർഗാക്ഷേത്ര ദർശനം നടത്തുക മുതലായിട്ടുള്ളവ നടത്തുക. അതുപോലെ തന്നെ ഒരു ക്രമബദ്ധമായിട്ടുള്ള ഒരു ജീവിതചര്യ നോക്കാനും
ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിര അര. ചിത്തിരയുടെ അവസാനത്തെ 2 പാദം ചോതി വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. ഇവർക്ക് 5-ാം ഭാവത്തിലാണ് ബുധശുക്ര യോഗം. അത് വളരെ നല്ലതാണ്. ഈ കലാപരമായിട്ട് ഉള്ള ജോലികൾ ചെയ്യുക, ഡിസൈനിങ്, മീഡിയ സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർ, ഇവർക്കൊക്കെ വിജയം ഉണ്ടാകുന്ന കാലമാണ്. പഠനത്തിലും അതുപോലെ തന്നെ പ്രണയ കാര്യങ്ങളിലും ഒക്കെ എല്ലാം അനുകൂലമായിട്ടുള്ള ഫലം തരുന്ന കാര്യമാണ്. നിങ്ങളൊരു ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറാവുന്നതുമാണ്. ധനപരമായിട്ട് മെച്ചം തന്നെയാണ്. അനുകൂലമായിട്ടുള്ള കാലമാണ്. ധനാഗമ മാർഗങ്ങൾ പുതുതായിട്ട് വരുന്നതുമാണ്. ആരോഗ്യപരമായിട്ടും ഒട്ടും തെറ്റൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് രോഗങ്ങളോ ഒന്നും വരുന്നതായിട്ടോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കുടുംബപരമായിട്ട് മക്കളുമായിട്ടുള്ള കൂടുതൽ അടുപ്പവും അവരുമായിട്ടുള്ള ബന്ധങ്ങളും ഒറ്റയൊക്കെ കുറച്ചുകൂടെ സുദൃഢമാകും. അതുകൊണ്ടുള്ള ആനന്ദം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ശരീരമായിട്ട് അഥവാ അവരവരുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും മറ്റും ചില കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അത് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ലക്ഷ്മി പൂജ നടത്തുന്നത്, വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി പൂജ നടത്തുക, ലക്ഷ്മി സ്തവം ജപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉത്തമമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രക്കാർക്കാണ് ചേർന്നതാണ് വൃശ്ചികക്കൂറ് എന്ന് പറയുന്നത്. അവരുടെ പ്രവൃത്തി സംബന്ധിച്ച് ജോലി അഥവാ മറ്റ് ബിസിനസ് മറ്റും സംബന്ധിച്ച് 4-ാം ഭാവത്തിലാണ് ബുധശുക്ര സർപ്പി യോഗം ഉണ്ടാകുന്നത്. ചില മാറ്റങ്ങൾ വരാൻ ജോലിയുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ സ്ഥല സംബന്ധമായിട്ടോ ഉള്ള ചില വ്യതിയാനങ്ങൾ വരാവുന്നത്. ഒരുപക്ഷെ ഓഫീസ് തന്നെ മാറിയിരിക്കാം, അല്ലെങ്കിൽ അവരവർ ഏറ്റെടുത്തിട്ടുള്ള പോർട്ട്ഫോളിയോ മാറാം. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ വരാവുന്ന കാലമാണ്. അതുപോലെ വീട് മാറി താമസിക്കേണ്ടതായിട്ട് വരിക, ഇതൊക്കെയും സംഭവിക്കാവുന്നതാണ്. എന്തായാലും ഇതുകൊണ്ടൊക്കെ ഉള്ളിലെ ഒരു അസ്വസ്ഥത, സംഘർഷം ഇതൊക്കെ കൂടുന്നതായിട്ട് കാണാം. എന്ന് മാത്രമല്ല, പബ്ലിക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്ന് റിമോട്ടായിട്ട് ജോലി ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരാവുന്നതാണ്. ധനപരമായിട്ട് വീട് സംബന്ധിച്ചും വാഹനം സംബന്ധിച്ചും ഇരട്ടി ചെലവുകൾ ഉണ്ടാകും. കാറിനോ അല്ലാതെ പുതിയ വീട് സംബന്ധിച്ച് കരാറിലേക്ക് ഏർപ്പെട്ടാലും അത് നടക്കാതെ വരാനും സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് വീട്ടിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകളും മറ്റേ കുടുംബാന്തരീക്ഷത്തിൽ പൊതുവെ അസ്വസ്ഥമാണ്. പരിഹാരമായിട്ട് സ്വന്തം മാതാപിതാക്കളെ, പ്രത്യേകിച്ച് അമ്മയെ, വേണ്ടതെന്താണ് എന്നറിഞ്ഞ് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക തന്നെയാണ് പ്രധാനമായിട്ടുള്ള സംഗതി. അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്രത്തിലെ ദർശനവും വഴിപാട് നടത്തലും ഒക്കെ നല്ലതാണ്. കലഹം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വെളുത്ത ധാന്യങ്ങൾ, അരി മുതലായിട്ടുള്ള കാര്യങ്ങൾ ദാനം ചെയ്യുന്നത് നല്ല കാര്യമാണ്. അടുത്തത് ധനു കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്. ഇവർക്ക് ബുധശുക്ര സർപ്പി യോഗം 3-ാം ഭാവത്തിൽ, അതായത് കുംഭം രാശിയിൽ സംഭവിക്കുന്നു. എഴുത്ത്, എഡിറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മാർക്കറ്റിംഗ്, മീഡിയ ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ്. മറ്റ് ജോലികളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര സുഖകരമല്ലാത്ത ഒരാഴ്ചയാണ് വരാൻ പോകുന്നത്. ധനപരമായിട്ട് ചെറിയ ലാഭങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് തോള് സംബന്ധിച്ച് അഥവാ തോളില്, കൈത്തണ്ട മുതലായിട്ടുള്ള അവ സംബന്ധിച്ചുള്ള ചില രോഗങ്ങളോ അസ്വസ്ഥതകളോ വരാനുള്ള സാഹചര്യമുണ്ട്. കുടുംബപരമായിട്ട് നോക്കിയാൽ സഹോദരന്മാരുമായിട്ട് സംഘർഷത്തിൽ കഴിഞ്ഞിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റ് ഇഷ്ടമില്ലാത്ത ഒരവസ്ഥയിലിരുന്ന ചില അവസ്ഥകളിലാണ് എന്നുണ്ടെങ്കിൽ അത് ക്രമേണ അത് നീങ്ങി സഹോദരന്മാരുമായിട്ട് കൂടിച്ചേരലിന് ഒക്കെ സാധ്യത കാണുന്നുണ്ട്. പരിഹാരമായിട്ട് ദിവസേന ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ശിവക്ഷേത്ര ദർശനവും നല്ലതാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരമായിട്ട് ഹനുമാൻ ചാലീസ നിത്യേന ജപിക്കുന്നത് വളരെ നല്ലതാണ്. ശിവക്ഷേത്ര ദർശനവും നല്ലതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങളിലുമൊക്കെ ഉൾപ്പെടാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അത് കഴിയുന്നത്ര ഒഴിവാക്കിയാൽ
പല മാനസിക അസ്വസ്ഥതകളിൽ നിന്നും കുറച്ചൊക്കെയെങ്കിലും നമുക്ക് മുക്തി നേടാൻ സാധിക്കും. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങളിൽ ജനിച്ചവരാണ് മകരക്കൂറ് എന്ന് പറയുന്നത്. അവരുടെ പ്രവൃത്തി സംബന്ധിച്ച്, ജോലി മുതലായിട്ടുള്ള പ്രൊഫഷൻ മുതലായിട്ടുള്ള സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലഗ്നത്തിൽ സൂര്യനും ചൊവ്വയുമാണ്. സ്ഥാപനത്തിലെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ അധികാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺട്രോള് നമ്മുടെ കയ്യിലേക്ക് കൂടുതലായിട്ട് വരാവുന്നതാണ്. പക്ഷേ ഉണ്ടായേക്കാവുന്ന സമ്മർദ്ദങ്ങളും കൂടുതലായിട്ട് ഉണ്ടാകും. അവരവരുടെ ടീമിൽ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒക്കെ ഒരു നേതൃത്വം ലഭിക്കും. എന്നാൽ കഠിനമായിട്ടുള്ള ചില കാര്യങ്ങളിൽ കൂടെ നടന്നു പോകേണ്ടതായിട്ട്, കഴിഞ്ഞു പോകേണ്ടതായിട്ട്, എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞു പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എടുക്കും. അതുമൂലമുണ്ടാകുന്ന മെൻ്റൽ സ്ട്രെസ്സും മറ്റുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് വരുമാനം ഒക്കെ അത്യാവശ്യം കൂടിക്കൊണ്ടിരിക്കും. എങ്കിൽ പോലും ചിലവും അതിനനുസരിച്ച് കൂടും. അത് വേണ്ട രീതിയിൽ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആരോഗ്യപരമായിട്ട് എല്ല് സംബന്ധിച്ചുള്ള, അതുപോലെ പല്ല് സംബന്ധിച്ചുള്ള ചില രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ചില അസ്വസ്ഥതകളും തലവേദനയും മറ്റൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, വീട്ടിൽ നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന കർശന നിയന്ത്രണങ്ങൾ മക്കൾക്കോ ഭാര്യയ്ക്കോ അച്ഛനമ്മമാർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇതിൻ്റെ പേരിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം സംഘർഷങ്ങളുണ്ടാകുക, അസ്വാസ്ഥ്യങ്ങളുണ്ടാകുക ഒക്കെ വരാനുള്ള സാഹചര്യം ആണ് ഉള്ളത്. പരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസം എണ്ണ ഒഴിച്ച് 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക. അതുപോലെ തന്നെ എള്ളെണ്ണ ക്ഷേത്രത്തിലേക്ക് ദാനം ചെയ്യുക. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രത്തിലോ ഈ നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിച്ച്, അതായത് എണ്ണയും തിരിയൊക്കെ ഇട്ട് കത്തിക്കാൻ അതൊരു വഴിപാടായിട്ട് നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ക്ഷമ കൈക്കൊള്ളണം. എടുത്തു ചാടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യരുത്. ഇതൊക്കെ ഈ പറയുന്ന അഡ്വേഴ്സ് ഇഫക്റ്റിൽ നിന്ന് കുറച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ഇനി ഉള്ളത് കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം ചതയം, പൂരൂരുട്ടാതി, മുക്കാൽ. പൂരൂരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. ഇവരുടെ ലഗ്നത്തിൽ ബുധ, ശുക്ര, രാഹു യോഗമുണ്ട്. പല കാര്യങ്ങളുടെയും ഒരു ഫോക്കൽ പോയിൻ്റ് മാറിയേക്കാവുന്ന, അതായത് ജീവിതത്തിൻ്റെ ഒരു ദിശ തന്നെ മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് മറ്റൊരു പുതിയ സ്ഥാപനത്തിൽ ജോലി എടുക്കാൻ സാധിക്കും. ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം ചതയം, പൂരൂരുട്ടാതി 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. ഇവരുടെ ലഗ്നത്തിൽ ബുധനും ശുക്രനും രാഹുവും ഉണ്ട്. ജീവിതത്തിൻ്റെ ഒരു ഫോക്കൽ പോയിൻ്റ്, ഒരു ദിശാമാറ്റം സംഭവിക്കാവുന്ന ഒരു കാലമാണ്. ഒരുപക്ഷെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വിട്ടിട്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ അവരൊരു ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള വകുപ്പുകൾ മാറി മറ്റൊരു വകുപ്പിൽ പ്രവർത്തിക്കാനോ ഒക്കെ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ ഒന്നിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരുടെ മനോഭാവത്തെ തിരിച്ചറിയാനും ഇപ്പോൾ സാധിക്കും. അതുകൊണ്ട് തന്നെ ചില ബന്ധങ്ങൾ ഉപേക്ഷിച്ച് നൂതന ബന്ധങ്ങൾ, പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനസംബന്ധമായിട്ടും പുതിയ വരുമാന മാർഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും. അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് മാത്രം ചെയ്യേണ്ട കാലഘട്ടമാണ്. ആരോഗ്യത്തിന് കുഴപ്പമൊന്നും വലിയ കാര്യമായിട്ടില്ല. എന്നാലും ചില നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉറക്കം കുറവ് കൊണ്ടുണ്ടാകാവുന്ന ചില ദുരിതങ്ങളും അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് എല്ലാം അവിടെ ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണ ചുമതല, അത് സംബന്ധിച്ചുള്ള എല്ലാ ലയബിലിറ്റിയും അവനവൻ്റെ ശിരസിലേക്ക് വന്ന് വീഴുന്നതായിട്ട് കാണാവുന്നതാണ്, അങ്ങനെ അനുഭവപ്പെടുന്നതാണ്. എല്ലാം താൻ മുഖേന അല്ലെങ്കിൽ അഥവാ താൻ റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. അഥവാ അവർ ആ സാഹചര്യത്തിൽ അങ്ങനെ തന്നെ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരാവുന്നതാണ്. പരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസം കറുത്ത കാരടിൽ ദാനം ചെയ്യുക. ഒരു ഉത്തമനായിട്ടുള്ള വ്യക്തിക്ക് ദാനം ചെയ്യുക, അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുക. അതുപോലെ ശിവക്ഷേത്രത്തിലും
ശാസ്താ ക്ഷേത്രത്തിലും മറ്റുമൊക്കെ ദർശനം നടത്തുന്നതും അവിടെ നീരാജനം മുതലായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതും വളരെ ഉത്തമമാണ്. ഇനിയുള്ളത് മീനക്കൂറാണ്. മീനക്കൂറിൽ പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർ ചേർന്നതാണ് മീനക്കൂറ്. ലഗ്നത്തിൽ ശനിയാണ്. 12ാം ഭാവത്തിൽ അതായത് കുംഭത്തിൽ ബുധ ശുക്ര സർപ്പി അതായത് രാഹു ഈ 3 ഗ്രഹങ്ങളും നിൽക്കുന്നുണ്ട്. നാം അറിയാതെ നമ്മുടെ പുറകിൽ നിന്നുകൊണ്ട് അദൃശ്യമായിട്ട് നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന ചില വ്യക്തികളും മറ്റുമൊക്കെ ഉണ്ട്. അതവരെ കാണാൻ സാധിക്കും അഥവാ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് കുറച്ച് ദുരിതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടാനും സാധ്യതയുണ്ട്. വിദേശ സംബന്ധമായിട്ടുള്ള തൊഴിൽ ചെയ്യുക, അതുപോലെ തന്നെ ആശുപത്രി സംബന്ധിച്ചിട്ടുള്ള ജോലി ചെയ്യുക, ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുക, ഇങ്ങനെയുള്ളവർക്കൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരാഴ്ചയാണിത്. ധനപരമായിട്ട് വരുമാനത്തെക്കാളേറെ ചിലവ് ഉണ്ടാകും. ഉണ്ടാകുന്ന അസ്വസ്ഥതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിലും പൊതുവേ ഉറക്കക്കുറവ് കൊണ്ട് ഉണ്ടാകുന്ന ചില ക്ഷീണങ്ങളും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബകാര്യങ്ങളിൽ പൊതുവേ ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നോടൊപ്പമല്ല മറ്റുള്ളവർ എന്ന് ഉള്ള ഒരു തോന്നൽ വരാൻ ഉള്ള സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള വഴക്കുകളോ അല്ലെങ്കിൽ മാറി നിൽക്കലുകളോ ഒക്കെ ഉണ്ടായെന്നിരിക്കാം.